അപ്പോൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളൊരു ഷോർട്സ് കണ്ടു. അതിൽ ഡൊണാൾഡ് ട്രംപിനെ പറ്റിയും ഗാസയെ പറ്റിയും പറയുന്നുണ്ട്. ആ വീഡിയോയിൽ പല കാര്യങ്ങളും ഗാസയിൽ നടന്നേക്കാം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും പറയുന്നു. അപ്പോൾ എന്താണ് ഈ പദ്ധതി? അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് എയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ യുദ്ധം കഴിഞ്ഞ ശേഷം ഇനി വരാൻ പോകുന്ന കാലത്ത് എന്താണ് ഗാസയുടെ പുനർനിർമ്മാണത്തെ പറ്റി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനും ഇസ്രായേലിനുള്ള പദ്ധതികൾ, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതാനും കഴിഞ്ഞ 2 കൊല്ലങ്ങളായി ഗാസയിൽ ഭയങ്കര യുദ്ധവും ഗാസയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യവാസമായ പ്രദേശങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ആയിരക്കണക്കിന് മനുഷ്യർ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഭയങ്കര പട്ടിണിയുണ്ട് അവിടെ, ഭയങ്കര മരണങ്ങൾ നടക്കുന്നുണ്ട്, ഭയങ്കര നാശനഷ്ടമായി. അവിടെ ഏകദേശം ഒരു 20 ലക്ഷം ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു ഏരിയയായി മാറി ഗാസ. അപ്പോൾ മനസ്സിലാക്കണം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം ക്വാളിറ്റി ഓഫ് ലൈഫുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ ഗാസ സ്ട്രിപ്പ്. അത് കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ഭയങ്കര നാശമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ യുദ്ധത്തിൻ്റെ അവസാനത്തെ പറ്റി ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ 38 പേജുള്ള ഡോക്യുമെൻറ്റിലാണ് ഈ പദ്ധതിയെ പറ്റി പറയുന്നത്. പദ്ധതിയുടെ ബേസിക് ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ, യുദ്ധശേഷം എങ്ങനെയാണ് ഗാസയെ പുനർനിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈ യുദ്ധശേഷം അതായത് ഇനി വരുന്ന കൊല്ലങ്ങൾ തുടങ്ങി ഏകദേശം ഒരു പതിറ്റാണ്ടോളം ഗാസ പൂർണ്ണമായും അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ ഒരു പദ്ധതി വരുവാണ്. അതായത് ഗാസക്കാർക്കെല്ലാം ഗാസയിൽ നിന്ന് മാറി താമസിക്കാൻ വേണ്ടി സാമ്പത്തിക സഹായവും ബാക്കി പല അസിസ്റ്റൻസും വാഗ്ദാനം ചെയ്യുവാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യം ഗാസേനെ ഈ സിംഗപ്പൂരും ദുബായി ഒക്കെ പോലെ ഒരു റിവേരിയ പോലെ ആക്കുക. ഒരു റിയൽ എസ്റ്റേറ്റ് വളരെ ബ്യൂട്ടിഫുള്ളായ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആക്കി അടക്കുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗ്രേറ്റ് ട്രസ്റ്റ്, ഗാസ റീകോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക് ആക്സിലറേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രസ്റ്റ്. ഒരു ട്രസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ലോകത്തിലെ പല പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും സ്വീകരിച്ച് ഗാസയെ മൊത്തത്തിൽ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഈ പദ്ധതി പ്രകാരം ഗാസേനെ ഒരു വലിയ ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനാണ്. ഗാസ ശരിക്കും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്, നല്ല നല്ല ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ടൂറിസ്റ്റ് പരമായ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക, അങ്ങനെ ടൂറിസ്റ്റുകൾക്കൊക്കെ വരാവുന്ന ഒരു കേന്ദ്രമാവുക. അതുപോലെ തന്നെ ഹൈടെക് മാനുഫാക്ചറിങ് ഹബ്ബാക്ക്, അതായത് ഇലക്ട്രിക് വെഹിക്കിളുകളും ഒക്കെ നിർമ്മിക്കുന്ന മാനുഫാക്ചറിങ് ക്ലസ്റ്ററുകൾ ഗാസയെ കൊണ്ടുവരിക. അതുപോലെ വലിയ വലിയ ഡാറ്റാ സെൻറ്ററുകൾ കൊണ്ടുവരിക. അതുപോലെ നമ്മൾ സിംഗപ്പൂരും ദുബായും കാണുന്ന പോലെ അമ്പരച്ചുംബികൾ, ഹൈ റൈസ് അപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവരിക. അങ്ങനെ മൊത്തത്തിൽ ഗാസേനെ മാറ്റിയെടുക്കുക. ഗാസേനെ ഒരു ഭയങ്കര ടൂറിസ്റ്റ് ഹബ്ബായിട്ടും ലോകത്തിലെ ഭയങ്കര മാനുഫാക്ചറിങ്ങിൻ്റെ സെൻ്ററായിട്ടൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഗാസയെ പുനർനിർമ്മിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ള യുദ്ധം അവസാനിക്കണം. അതുമാത്രമല്ല, ഇപ്പോൾ ഗാസയിൽ ലക്ഷക്കണക്കിന് ടൺ കെട്ടിടാവശിഷ്ടങ്ങളും ബോംബുകളും ഒക്കെ ഉണ്ട്. ഗാസ ആകെ തകർന്നു കിടക്കുവാണ്. അത് പുനർനിർമ്മിക്കാൻ മിനിമം ഒരു ഡിക്കേഡെങ്കിലും എടുക്കും. അപ്പോൾ എന്താണ് ഈ സമയത്ത് ഗാസക്കാരെ കൊണ്ട് ചെയ്യുക? കാരണം ഏകദേശം 20 ലക്ഷത്തോളം പേര് ഗാസയിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പദ്ധതി എന്ന് വെച്ചാൽ, ഗാസയിൽ നിന്ന് ഇവിടുന്ന് പോകാൻ റെഡിയാവുന്ന ഓരോ പലസ്തീൻകാരനും ഏകദേശം $5000 അതായത് $5000 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.5 ലക്ഷം 4 ലക്ഷത്തിൻ്റെ അടുത്ത് വരും തുക കൈമാറുക. അതുമാത്രമല്ല, ഒരു കൊല്ലത്തേക്കുള്ള ഭക്ഷ്യസഹായവും 4 കൊല്ലത്തേക്ക് എവിടെയെങ്കിലും താമസിക്കാനുള്ള വാടകയുടെ സഹായവും എല്ലാം ഇതുവഴി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഗാസയിലെ 20 ലക്ഷത്തിൽ ഒരു 5 ലക്ഷത്തോളം ജനങ്ങൾ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ കണക്കൂട്ടൽ. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഗാസയുടെ അകത്ത് തന്നെ ചില സുരക്ഷിത കേന്ദ്രങ്ങൾ ഉണ്ടാക്കും, അവിടെ മാറി താമസിക്കാനുള്ള ഫെസിലിറ്റി കൊടുക്കും. ഇനി അതുമാത്രമല്ല, പല ഗാസക്കാർക്കും ഗാസയിൽ സ്വന്തമായിട്ട് ഭൂമിയുണ്ട്. അപ്പോൾ അവർ ഭൂമി ഈ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ട്രസ്റ്റിന് കൈമാറുവാണെങ്കിൽ അവർക്ക് ഡിജിറ്റൽ ടോക്കണുകൾ കൊടുക്കും. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചറിൽ അവർക്ക് ചെറിയ അവകാശം ഉണ്ടാവും. എന്നിട്ട് അവിടെ അമേരിക്ക പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലെ വലിയൊരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി ആയ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിൻ്റെ ഒരു ഫൈനാൻഷ്യൽ മോഡൽ അനുസരിച്ചാണ് ഗാസയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. കണക്കുകൾ അനുസരിച്ച് ഏകദേശം $100 ബില്യണോളം US, അതായത് ഏകദേശം ഒരു 8.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ ലക്ഷ്യമിടുന്നത്.
അപ്പോൾ അവർ രക്ഷപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളുടെയൊക്കെ ഫണ്ടാണ്. അത് ഇൻവെസ്റ്റ് ചെയ്ത് ഗാസയിൽ ഇതുപോലെ ടൂറിസ്റ്റ് പരമായ അപ്പാർട്ട്മെന്റുകൾ, ബീച്ചുകളുടെ ഡെവലപ്മെന്റ്, ഹൈറൈസ് ബിൽഡിങ്ങുകൾ, മാനുഫാക്ചറിങ് സോൺ ഒക്കെ ഡെവലപ്പ് ചെയ്യാനാണ്. ഏകദേശം 1 ഡിക്കേഡ് കൊണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഗാസയിൽ ഭയങ്കര സോഷ്യൽ എഞ്ചിനീയറിംഗ് അണ്ടർഗോ ചെയ്യും. അതായത് ഗാസയിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ധാരാളം ടണലുകളുണ്ട്, അവിടെ ഹമാസിന്റെ നെറ്റ്വർക്കുകളുണ്ട്. ഗാസയിലെ വിദ്യാഭ്യാസപരമായ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മതപരമായ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, സാമൂഹികപരമായ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, അവിടെ കടുത്ത ഇസ്രായേൽ വിരുദ്ധതയുണ്ട്. അപ്പം അതൊക്കെ മാറ്റി ഗാസയെ ഡീറാഡിക്കലൈസ് ചെയ്യണം എന്നാണ് ഡോക്യുമെന്റ് പറയുന്നത്. അതുപോലെ ഡീമിലിറ്ററൈസ് ചെയ്യുക. എന്നിട്ട് ഗാസേനെ ഒരു പലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിച്ചിട്ട്, ഒരു പുതിയ അതോറിറ്റി ഏൽപ്പിച്ചിട്ട് ഗാസയും അബ്രഹാം അക്കോർഡ്സിലേക്ക് ചേരും. അപ്പോൾ ഗാസ ഒരു ചെറിയ രാജ്യം പോലെ ആക്കാനാണ് ലക്ഷ്യം. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഗാസയ്ക്ക് ഒരു ചെറിയ രാജ്യമാണുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. അതായത് ഗാസയിൽ ധാരാളം ഗ്യാസ് കണ്ടെത്തിയിട്ടുണ്ട്, ഗ്യാസയുടെ അടുത്തുള്ള മെഡിറ്ററേനിയനിൽ. അപ്പോൾ ഈ ഗ്യാസ് കുഴിച്ചെടുത്തിട്ട് അത് വിറ്റാൽ, അല്ലെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുത്താൽ ആ വരുമാനം കൊണ്ട് തന്നെ ഗാസ റീബിൽഡ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചിരുന്നത് 2 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ഒരു ഭാഗത്ത് ഇസ്രായേലും മറുഭാഗത്ത് വെസ്റ്റ് ബാങ്കും ഗാസയും കലർന്നുള്ള 2 സ്റ്റേറ്റ്സ്, ഇസ്രായേലും പാലസ്തീനും. അപ്പോൾ ചിലവർ പറയുന്ന പുതിയൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ് സൊല്യൂഷനാണ്. ഇസ്രായേൽ ഒരു സ്റ്റേറ്റ്, വെസ്റ്റ് ബാങ്ക് വേറൊരു സ്റ്റേറ്റ്, ഗാസ വേറൊരു മൈക്രോ സ്റ്റേറ്റ്. ഇപ്പോൾ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു രാജ്യം, എന്നാൽ ഗാസയിൽ ഒരു 10-15 ലക്ഷം പോപ്പുലേഷനും ഉണ്ടാവും. എന്നാൽ അതുപോലെ തന്നെ ധാരാളം സമ്പത്തും ഉണ്ടാവും. പെർ ക്യാപിറ്റ വളരെ സമ്പന്നരായിരിക്കും. ട്രംപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിൽ മീറ്റിംഗ് നടത്തി കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരായ മാർക്കോ റൂബിയോ, അതുപോലെ ട്രംപിന്റെ സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകനും ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ ഒരു എൻവോയുമായ ജാരദ് കുഷ്ണറൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഗാസയെ പുനർനിർമ്മിക്കാവുന്ന വലിയൊരു പദ്ധതിയായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഗാസയെ പുനർനിർമ്മിക്കാൻ പല പദ്ധതികളുണ്ട്. ഒന്ന്, ഗാസയിൽ കുറെ കാലം മുമ്പേ ഗ്യാസിന്റെ ഡെപ്പോസിറ്റ് കണ്ടെത്തിയിട്ടുണ്ട് മെഡിറ്ററേനിയൻ കടലിൽ. അപ്പോൾ അത് ഖനനം ചെയ്ത് അത് സംസ്കരിച്ചെടുത്ത് അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പോൾ യൂറോപ്പിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ ഗാസ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ രാജ്യങ്ങളിലൊന്നാവും. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഖത്തറോ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ബ്രൂണൈയോ ഇതേപോലൊക്കെ ഒരു വലിയ ഓയിൽ റിച്ച് എമിറേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനും ഗാസയെ പറ്റി അവരുടെ പദ്ധതികളുണ്ട്. അപ്പോൾ അവർ 1960കളിൽ ഡെവലപ്പ് ചെയ്തൊരു പദ്ധതിയാണ് ബെൻഗൂറിയൻ കനാൽ. അതായത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ലോകത്ത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാൻ ഉള്ള കനാൽ സുയസ് കനാലാണ്. അപ്പോൾ അത് നമ്മുടെ ഏദൻ ഉൾക്കടൽ വഴി ചെങ്കടൽ വഴി പോയി ഈജിപ്തിലെ 2 പോർട്ടുകൾ കണക്ട് ചെയ്ത്, സൂയസും സയ്യിദും എന്ന് പറഞ്ഞ 2 പോർട്ടുകൾ കണക്ട് ചെയ്ത് ഒരു വലിയ കനാലാണ് സുയസ് കനാൽ. അപ്പോൾ ഈജിപ്തിന് എല്ലാ കൊല്ലവും ഒരു മിനിമം ഒരു 40,000 അല്ലെങ്കിൽ 80,000 കോടിയോളം വരുമാനമുണ്ട്. അതായത് 1000കണക്കിന് കപ്പലുകൾ ഈ സൂയസ് കനാൽ കടന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഈജിപ്തിന്റെ വലിയൊരു വരുമാന മാർഗമാണ്. അപ്പോൾ സൂയസ് കനാലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടയ്ക്ക് ഭയങ്കര തിരക്കാണ്. ഇന്നാളെ ദിവസം സൂയസ് കനാലിൽ ഒരു കപ്പൽ തകർന്നു കിടന്നിട്ട് കുറേ ദിവസത്തോളം കച്ചവടമൊക്കെ വളരെ മുടങ്ങിപ്പോയി. അപ്പം അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളും യൂറോപ്പിലേക്കും ഏഷ്യയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇസ്രായേൽ 1960കളിൽ പറഞ്ഞൊരു പദ്ധതിയാണ്. അത് ഇസ്രായേലിന് ചെങ്കടലിൽ ചെറിയൊരു പോർട്ടുണ്ട്, അതിൻ്റെ പേരാണ് എലിയാത്ത്. അതുപോലെ ഇസ്രായേലിന് മെഡിറ്ററേനിയനിൽ ഒരു പോർട്ടുണ്ട്, അതിൻ്റെ പേരാണ് അഷ്കലോൺ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് ഒരു വലിയ കനാൽ ഉണ്ടാക്കുവാണ്. ആ കനാൽ ഗാസയെ കൂടെ ആയിരിക്കും പോകുന്നത്. നമുക്കപ്പം മാപ്പിൽ കാണാം. അപ്പോൾ ഇത് സൂയസ് കനാലിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു കനാലാണ്. അപ്പോൾ സൂയസ് കനാല് നമ്മുടെ സീനായി ഉപദ്വീപിൻ്റെ ഒരു സൈഡിലാണ്. അതിൻ്റെ വേറൊരു സൈഡിലായിട്ടാണ് ഈ ബെൻഗൂറിയൻ കനാൽ വരുന്നത്. അത് കണക്ട് ചെയ്യുന്നത് ചെങ്കടലിലെ എലിയാത്ത് തുറമുഖത്തെയും അതുപോലെ മെഡിറ്ററേനിയൻ കടലിലെ അഷ്കലോൺ തുറമുഖത്തെയാണ്. അപ്പോൾ അത് വരുവാണെങ്കിൽ സൂയസ് കനാലിൻ്റെ തിരക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതുവഴി ഇസ്രായേലിനും ഭയങ്കര സാമ്പത്തിക ലാഭം ഉണ്ടാവും. അപ്പോൾ ഇസ്രായേലിന് ഇതിൻ്റെ ഒരു പദ്ധതിയൊക്കെ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുവാണെങ്കിൽ അതും ഗാസയെ പുനർനിർമ്മിക്കാനുള്ള ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായിരിക്കും. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ പദ്ധതികൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒന്ന്, യുദ്ധം അവസാനിക്കണം. യുദ്ധം ഇവർ ഉദ്ദേശിച്ച പോലെ അവസാനിക്കുമെന്നും കണ്ടറിയണം. അതുമാത്രമല്ല ഗാസക്കാർ ഈ റീലൊക്കേറ്റ് ചെയ്യാൻ റെഡി ആവണമെന്നില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നം വരുത്താം. അതുമാത്രമല്ല അറബ് രാജ്യങ്ങൾ കൂട്ടമായിട്ട് ഇതിനെതിരെ ഒരു നീക്കം വെച്ചേക്കാം. കാരണം ഗാസക്കാർ പയ്യെ ഗാസയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത് പിന്നെ ഇസ്രായേൽ പിടിച്ചെടുക്കാനും അവിടെ ജൂതവൽക്കരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ വ്യക്തമായിട്ട് അറബ് രാജ്യങ്ങൾ എതിർത്തേക്കാം. കാരണം ഈ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികൾ കുറേ പേര് അറബ് രാജ്യങ്ങളിലേക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അത് അറബ് രാജ്യങ്ങളിൽ അതിൻ്റെതായ സാമൂഹിക അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പോൾ അത് എതിർക്കപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പദ്ധതി നടന്നാൽ വളരെ സക്സസ്ഫുൾ ആയ ഒരു പദ്ധതി ആയിരിക്കും. പക്ഷേ അതിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക. ഈ പദ്ധതിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക.